We are excited to go, guys. അപ്പം നമുക്ക് ഇപ്പോഴുള്ള കാലാണ്. ഇപ്പം നമ്മൾ വണ്ടിയിൽ പോയോണ്ടിരിക്കാണ്. There is Nino. നമ്മളെ കൂടെ എൻ്റെ അമ്മ, ഭൈരവങ്ങളും വരുന്നുണ്ട്. എൻ്റെ അമ്മ, പപ്പ, വലിയമ്മ, ചേച്ചി, അതേപോലെ അങ്കിളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. ഇവിടെ ഇപ്പോൾ ആൾക്കാരുള്ളൂ, ഇനിയും ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ അപ്പൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാര്യയും കുട്ടിയാണ്. എൻ്റെ ഫ്രണ്ട്, ആ കുട്ടി എൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ ചെറുതാവാ. നമ്മള് അങ്കിള്, നീനു, അമ്മ, പപ്പാടി, അമ്മമ്മ, ഞാൻ, നൈനി, അതിൻ്റെ കൂടെ അങ്കിളിൻ്റെ ഫ്രണ്ട്സും വൈഫും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതുവരെ പോകുന്ന വൈബൊക്കെ കാണും. അപ്പം 3 കുട്ടികളുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ 2 ജോർജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി പപ്പൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ പള്ളീൻ്റെ ഒരു സൈഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാ കണ്ടില്ലേ, നമുക്ക് കാറിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ പള്ളിയൊക്കെ മാഞ്ഞു പോയി. ഇനി നമ്മൾ അപ്പുറത്തെ റോഡ് കയറണം കേട്ടോ. അവിടെ ഒക്കെ ഫുള്ള് ഗാർഡനിങ്സ് ആണ്. ഇവിടെ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവർ നോക്കി വളർത്തുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. അപ്പം ഗൈസ് ദാ ഇവിടെയൊക്കെ നല്ല അടിപൊളി പ്ലേസാണ്. അത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പൂക്കൾ പോലും ഉണ്ടാവാറില്ല. നമ്മുടെ നാട്ടിൽ ഇതേപോലെ വന്നാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇവിടെ ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റെനൻസും ഒക്കെ ഫുള്ള് അവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡാണ് നമ്മളുള്ളത്, പള്ളീൻ്റെ. അപ്പം നമുക്ക് പള്ളീൻ്റെ അടുത്തേക്ക് പോകണം. അതിനുള്ള റൗണ്ട് അബൌട്ടത്തിൻ്റെ അവിടെ നിന്ന് വളയണം ഗൈസ്. അങ്ങനെ അതിന് ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ് വളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ മുന്നോട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇതാ ഗൈസ്, അതാണ് നമ്മൾ പള്ളി കാണുന്നുണ്ട് ഗൈസ്. ഇത് ഫുള്ള് ഇവിടെ ഉണ്ടാകുന്ന ഫുള്ള് ആൾക്കാരും മറ്റേ നോമ്പ് തുറയ്ക്ക് വന്ന ആൾക്കാരും പള്ളിയിൽ വരാൻ വന്ന ആൾക്കാരൊക്കെയാണ്. നമ്മളും പള്ളിയിൽ വരാൻ വന്നതാണ്. അന്നേരം നമ്മളിതാ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, അതായത് പാർക്കിങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ പള്ളിയിൽ അതേപോലെ ജാതി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാസ്റ്റിൻ്റെ ഇതൊന്നും ഇല്ല, ആർക്ക് വേണേലും കയറാം. നമ്മൾ ഈ പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ദുബായിൽ നിന്ന് അബുദാബി വരെ വന്നിട്ടുള്ളത്. ഏകദേശം നമ്മളെ ഇവിടുന്ന് കുറേ ഒരു 2.5 കിലോമീറ്ററിന് കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. ഹവേഴ്സൊക്കെ ഉണ്ടാവും അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം ഭയങ്കര ലെങ്തി ആയിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് നമ്മൾ ഈ പള്ളി കയറാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നേരെ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇനിയിപ്പോൾ പാർക്കിങ്ങും തപ്പി നടക്കണം ഗൈസ്. ഇവിടെയുള്ള എല്ലാ കാലവും ഈ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വന്ന ആളുകളാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കാണുന്ന പള്ളി നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. ഒരു സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ പള്ളി ഏകദേശം അടുത്തെത്തി എന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ പാർക്കിംഗ് ഉണ്ടാവുമെന്നോ ഒന്നും അറിയില്ല, അത്രയും ആൾക്കാരുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് വേറെ പള്ളീൻ്റെ അകത്തേക്ക് പോകാം. ഞങ്ങളെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങോട്ട് പോകാനുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ് നമ്മളെല്ലാവരും ഉള്ളത്. അതാ കാണുന്ന പള്ളീൻ്റെ അവിടെ വരെ എത്തണം. ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഗൈസ് കയറാൻ വേണ്ടിയിട്ടും. ഇവിടെ ഡ്രസ് കോഡൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞങ്ങൾക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാറിലാണല്ലോ പോകുന്നത്. അന്നേരം കുറേ ചുറ്റി വേണം കേട്ടോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് ഇത്രയും ലെങ്തി ആയിട്ട് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വരികയും ചെയ്യണം. അതേപോലെ കാണുകയും ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പള്ളിയൊക്കെ.
അപ്പം നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത് കയറാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് കയറാൻ പറ്റുമോയെന്ന്. അന്നേരം ഗൈസ് നമ്മൾ ഏകദേശം നമ്മൾ കയറാനുള്ള ഗേറ്റിൻ്റെ അടുത്ത് എത്തി, നമ്മൾ കയറിയിട്ടുണ്ട്. അന്നേരം ഇനിയിപ്പോൾ പാർക്കിംഗ് നോക്കി നടക്കണം ഗൈസ്. ഇതാണ് അവിടുത്തെ റോഡ്. അപ്പോൾ നമ്മളിനി പാർക്കിംഗ് നോക്കി നടക്കുകയാണ്. പാർക്കിംഗ് ഇട്ടായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ ഗൈസ്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ വലിയ വലിയ പള്ളിയാണ്. ഏക്കർ കണക്ക് സ്ഥലത്താണ് ഈ പള്ളി നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നല്ല എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഏകദേശം എൻട്രി നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേരം കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസും അവിടെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മളിതാ പള്ളീൻ്റെ അവിടേക്ക് പോവാണ്. അങ്ങനെ ഗൈസ് നമ്മളിതാ പള്ളീൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പള്ളി. അന്നേരം നമുക്ക് നേരെ പള്ളിയിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. അതിന് മുന്നേ പള്ളിയിൽ ഡയറക്റ്റ് കയറണം, ഇത്രയും വരി നിൽക്കണം എന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ അപ്പുറത്തൂടെ ഒരു മാള് പോലത്തെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ ആ കാണുന്ന ബ്ലൂ ഇല്ലേ, അതാണ് സംഭവം. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അവിടേക്ക് കണക്റ്റിംഗ് ഇതായിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പാർക്കിങ് ചെന്ന് പാർക്ക് ചെയ്ത് അന്നേരം നമ്മളിതാ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ പള്ളി. നല്ല ഭംഗിയുണ്ട്. രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ വരുമെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ എടുത്തെത്തിയിട്ടുണ്ട് പള്ളീൻ്റെ. അന്നേരം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അന്നേരം ഗൈസ് നമ്മളിതാ ഇങ്ങോട്ട് പോവുകയാണ്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഗൈസ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. അന്നേരം നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ ഇറങ്ങി വൈരവലങ്ങളും എല്ലാവരും കൂടെ ഉണ്ട്. നേരെ നമ്മളിതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഷോപ്പിൽ അങ്ങോട്ട് കണക്റ്റിംഗ് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കയറി. അപ്പോഴാണ് അവിടെ കയറാൻ പറ്റില്ല പറഞ്ഞത് അങ്ങോട്ട് ചെന്നേരം. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോവുകയാണ്. നേരെ നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോഴത്തേക്ക് തന്നെ നല്ല ഭംഗിയുള്ള ക്യാൻഡി തീമായിട്ടുള്ള ഒരു ഫാൻറ്റാസ്റ്റിക് തീമായിട്ടുള്ളൊരു കളേഴ്സൊക്കെ പള്ളിക്ക് വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ ഓരോ ഡ്രസ്സിങ്ങും കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5:30 വരെ അലൗഡ് ആവുള്ളൂ പുറത്തുനിന്ന് വിസിറ്റേഴ്സിന്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.